ചേട്ടാ, അപ്പോൾ ഹണി റോസിന്റെ വിഷയത്തിൽ ബൗച്ചെ ഇപ്പോൾ കാക്കനാട് ജയിലിലാണുള്ളത്. ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് സ്ത്രീകളെ എന്തും പറയാം എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലും ഹണി റോസിന് വൻ പിന്തുണ തന്നെയാണ് പല ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഹണി റോസിന് തന്നെയാണ്. ഹണി റോസിന് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ പിന്തുണ കിട്ടുന്നുണ്ട്. അത് ഒരുപക്ഷെ ബൗച്ചെ ഇതൊരു സ്ഥിരം പതിവായി എടുത്തത് കൊണ്ടും കൂടി ആയിരിക്കാം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനോട് പലരും എതിർപ്പ് കമന്റ് ബോക്സുകളിൽ അറിയിക്കുന്നുണ്ട്. അപ്പോഴും ഹണി റോസിന് അവർ അപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു റീസൺ ബൗച്ചെ ഹണിയോട് മാത്രമല്ല പലരോടും ഇതേ രീതിയിൽ തന്നെ ഇത് ഒരു സ്ഥിരം പല്ലവിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലിമിറ്റ് ഇല്ലാതെ അദ്ദേഹം സംസാരിച്ചു. എന്തും പറയാന്നുള്ളത്, എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാം, അതിൽ ഒരു ആനന്ദം അദ്ദേഹം കണ്ടെത്തി. അതിൽ പറ്റിയൊരു പിഴവാണ് പറ്റിയത്. രണ്ട്, അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ആ പൊസിഷൻ പോലും അദ്ദേഹം മറന്നാണ് സംസാരിച്ചത്. അന്ന് പറഞ്ഞൊരു കാര്യത്തിന് പിന്നീട് അത് മാത്രമല്ല, ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിൻ്റെ പിറകെ തന്നെ പലരുടെയും കമൻറ്റുകളും കൂടെ അവരെ ഇതിനെ പ്രചോദിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത് ഒരാൾ പറയുന്നു, ബോബി ചെമ്മണ്ണൂർ പറയുന്നു. അപ്പോൾ പുറകെ പലരും അത്തരം കമന്റ്സ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അധിക്ഷേപ വാക്കുകൾ ആർക്കെതിരെയും പറയാനുള്ള ഒരു ഇടമാണ് എന്ന് കരുതിയ മാനസിക രോഗികൾ നിരവധി ഇത്തരത്തിൽ കമൻറ്റുകൾ പറയുമ്പോൾ അത് നമ്മൾ മാനസിക രോഗികൾ എന്നേ പറയുള്ളൂ. മാനസിക വൈകൃതമുള്ളവരാണ് ഇങ്ങനെ ഈ കമൻറ്റുകൾ ഇടുന്നത്. അങ്ങനെ അതൊരു അതിര് വിട്ടപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല വീഡിയോകളും ഒരുപാട് ഇപ്പോൾ ഈ മുഖ്യധാര മാധ്യമങ്ങളിലുള്ള പക്ഷം ചേർന്ന് ചില റിപ്പോർട്ടേഴ്സ് പക്ഷം ചേർന്ന് സംസാരിക്കും, അല്ലാത്തവർ തിരിച്ച് സംസാരിക്കും. അപ്പോൾ എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് പോയിരുന്ന ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ നോക്കിയാൽ കമൻറ്റ് ബോക്സുകളിൽ വളരെ കുറവാണ്. കമൻറ്റ് ബോക്സുകളിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ കുറവാണ്. വസ്തുനിഷ്ഠമായ വിശകലനമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വഷളൻ കമൻറ്റുകൾ തന്നെയാണ്. പിന്നെ സൈബർ പോലീസിൻ്റെ വളരെ അവരുടെ പിന്നെ ഉപയോഗം, അതായത് അവരെ കൊണ്ട് ഈ പ്രതികളെ പിടിക്കാൻ, ഇപ്പം ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളിനെ പിടിച്ച് 30 പേര് നിരീക്ഷണത്തിലാണ്. ഉറപ്പായിട്ട് ഇനി ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്ന ഈ കേസിൽ തന്നെ ബാക്കിയുള്ളവരെ പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഇങ്ങനെ നാവടപ്പിക്കാമെന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് അറിയില്ല എത്രത്തോളം ഇത്. പക്ഷെ ഐശ്വര്യ, ഇതിൽ നാവടപ്പിക്കുന്നതിൽ എന്ന് പറഞ്ഞാല് അവർ അവശ്യം വേണ്ട. ഇപ്പൊ ഒരു നടിയായി, സിനിമാ നടി ആയതുകൊണ്ടാണോ മറ്റുള്ളവർക്ക് ഇതൊന്നും നിയമം ബാധകമല്ലേ എന്നൊരു ചോദ്യം പലയിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് ശ്രീമാൻ പന്നി രവീന്ദ്രൻ സാറിന്റെ മകൻ, സഖാവ് പന്നി രവീന്ദ്രൻ സാറിന്റെ മകൻ നമ്മുടെ രൂപേഷ് പന്നിയൻ കുറിച്ച് ഒരു കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. ആ സഹോദരിക്ക് നീതിക്ക് വേണ്ടി ഉന്നതങ്ങളിലേക്ക് വിളിക്കേണ്ടി വന്നു എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മുടെ നീതി നിഷേധം എത്രത്തോളം, നമ്മൾക്കിപ്പോൾ സെലിബ്രിറ്റീസിന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാശുള്ളവന് അധികാരമുള്ളവന് മാത്രമേ നീതി ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി ചിന്തിക്കേണ്ടിയും വരും. ഹണി റോസ് മുഖ്യമന്ത്രിനെ നേരിട്ട് വിളിച്ചു, അപ്പോഴാണ് അവർക്ക് നീതി കിട്ടിയത് എന്ന് അവർ പറയുന്നിടത്ത് നമ്മുടെ നിയമവ്യവസ്ഥ ഈ ഒരു കാര്യത്തിൽ നിന്നല്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേഡിയത്ത് ഉമ തോമസ് എന്ന MLA വീണു. ആ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനാണ് വീണെങ്കിൽ ഈ കേസ് ഇത്രയും പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ സാധാരണക്കാരന് നമ്മുടെ ഈ വ്യവസ്ഥിതിയിൽ യാതൊരു നീതിയും നിയമവും ഇപ്പോൾ നമ്മളോട് ഐശ്വര്യയോട് തന്നെയല്ലേ ആ വീണാമണി അല്പം മുമ്പ് സംസാരിച്ചത് അല്ലേ? വീണാമണി എന്ന നവീൻ ബാബു, ADM നവീൻ ബാബുവിൻ്റെ കണ്ണൂര് മരണപ്പെട്ട നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ഒരു നീണ്ട വെളിപ്പെടുത്തൽ നടത്തിയ ഈ വീണാമണി എന്ന ആ യുവതിയെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഒരു പറ്റം ആണുങ്ങൾ ഒരു സ്ത്രീയെ അവരെ ഗുണ്ടകളെപ്പോലെ കടന്നു പിടിച്ച് അവരെ മൊബൈൽ പിടിച്ചു വാങ്ങി അധിക്ഷേപിച്ചിട്ട് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതമുണ്ട്. അവരെ ഈ പോലീസ് ആ പിടിച്ച ആണുങ്ങൾക്കെതിരെ എന്ത് കേസാണ് ഇവർക്ക് വേണ്ടി എടുത്തത്? അവർ ചോദിക്കുക, സാറേ ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കെതിരെ ഇങ്ങനൊരു ഇത് നടന്നപ്പോൾ എനിക്കെതിരെയുള്ള കേസ് എന്തേ എടുക്കാത്തത്? എല്ലാ തെളിവുകളുമുണ്ട്. എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവരുടെ കൈ പിടിച്ച് തിരിച്ചൊടിക്കാൻ ശ്രമിച്ച ആ പിടിവലിക്കിടയിൽ അവരുടെ കൈയെ കറുത്ത പാട് വീണത്, പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചത് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു അവിടെ.
അപ്പം നമ്മളിവിടെ പറയുമ്പോൾ ഇത് ഒരു നടിയായതുകൊണ്ട് ഇപ്പം നമ്മൾ നീതിയും നിയമവും ഒക്കെ കാശും പണവും സമൂഹത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർക്കും ഉള്ളോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനി പറയേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട എനിക്കിവിടെ ഇഷ്ടം തോന്നിയത്, ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയ രൂപേഷ് സാറിന്റെ ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് കുറച്ച് ഭാഗം ഒന്ന് വായിക്കുകയാണ്. നിയമത്തിന് ജീവൻ വെക്കാനായി ഉന്നതങ്ങളിലേക്ക് ആ സഹോദരിക്ക് വിളിക്കേണ്ടി വന്നു എന്നത് തന്നെ ഉന്നതങ്ങളുമായി ബന്ധമില്ല എങ്കിൽ ജീവൻ ഇല്ലാതാകുന്ന ഒന്നാണ് നിയമമെന്ന ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും അതാണ്, ജീവൻ ഇല്ലാതാകുന്ന ഒന്നാണ് നിയമം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണെങ്കിൽ നിയമം എന്ന 3 അക്ഷരം ബോച്ചെ എന്ന 2 അക്ഷരത്തിന് കൂടി ഉള്ളതാണ് എന്ന പാഠം അങ്ങ് പഠിച്ചിരിക്കുമെന്നോർത്ത് ഇനിയെങ്കിലും ഞങ്ങളൊന്ന് ആശ്വസിച്ചോട്ടെ. അത് കഴിഞ്ഞ് ബോച്ചേനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ മുകളിൽ പിന്നെയും പറയുകയാണ്, ഉന്നതങ്ങളിലെ വിളികളിൽ ഉയരുവെക്കുന്ന നിയമ സംവിധാനം. ആ കൊട്ടേഷൻ ഭയങ്കര, ഉന്നതങ്ങളിലെ വിളികളിൽ ഉയരുവെക്കുന്ന നിയമ സംവിധാനം അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഉന്നതങ്ങളിൽ വിളിച്ചപ്പോൾ മാത്രം കിട്ടിയ നീതി വീണാമണി പോട്ടെ, അങ്ങേയറ്റം നമ്മുടെ മഞ്ജുഷയ്ക്ക് പോലും ഇല്ലാതായി പോയതും അത് തന്നെയാണ്. ഓക്കെ. ഉന്നതങ്ങളിൽ വിളിച്ചാൽ വിളി കേൾക്കാൻ ആളില്ലാത്ത സാധാരണക്കാരുടെ ആവലാതികൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന ചോദ്യവും ഇപ്പോൾ ഞങ്ങളെ ശരിക്കും അലട്ടുന്നുണ്ടെന്ന്. ഉന്നതങ്ങൾ ഇടപെട്ടാൽ പോലും നിശ്ചലമാകാത്തൊരു നിയമ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഉന്നതങ്ങൾ ഇടപെട്ടപ്പോൾ ജീവൻ വെച്ചതാണെങ്കിലും ഈ ഒരു സംഭവം ഉന്നതങ്ങൾ ഇടപെട്ടിട്ടാണെങ്കിലും ജീവൻ വെച്ചതിൽ എന്ന് പറയുന്നുണ്ട്. അതില് എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഉന്നതങ്ങളിൽ ഇടപെട്ടപ്പോൾ, ഒരു സെക്കൻഡ്, ഏതായിരുന്നു ആ സെന്റൻസ് ഒന്ന് എടുക്കോ. ഉന്നതങ്ങളിലെ വിളികളിൽ ഉയരുവെക്കുന്ന നിയമ സംവിധാനം, ഉന്നതങ്ങളിലെ വിളികളിൽ ഉയരുവെക്കാത്ത നിയമ സംവിധാനത്തിൻ്റെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് SIT എന്ന പോലീസ് അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടൻ സിദ്ദിഖിനെതിരെ ആ കേസിൽ എന്തുകൊണ്ട് ഉന്നതങ്ങളിലെ വിളികളിൽ അവിടെ നിയമം ഉയരുവെക്കുകയായിരുന്നില്ല? ഉന്നതങ്ങളിലെ വിളികളിൽ അവിടെ നിയമം എന്ത് ചെയ്തു? നിയമമല്ലാതാവുകയും അദ്ദേഹത്തിന്, ആ നടന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നവരെ അയാൾ ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? അത് എറണാകുളത്ത് തന്നെ അയാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉന്നതങ്ങളിലെ വിളികളിൽ നിയമം ഉയർവെക്കുക മാത്രമല്ല, നിയമം നിശ്ചലമാവുകയും ചെയ്യും എന്നുകൂടി ഇതൊരു കൂട്ടി വായിക്കൽ നമ്മൾ നടത്തേണ്ടി വരും. അതെ, ഉന്നതങ്ങൾ ഇടപെട്ടാലും നിശ്ചലമാകാത്ത നിയമ സംവിധാനം തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഐശ്വര്യ എന്തായി പറയുന്നത്? ഇതൊക്കെ കേൾക്കാനും വായിക്കാനും പറ്റുന്ന ഒരു സുഖമുള്ള ഒരു വാക്കെന്നല്ലാതെ ഇതൊക്കെ എവിടെ സംഭവിക്കാനാണ്? ഇവിടെ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതല്ലാണ്ട് ഐശ്വര്യ ഇതൊന്നും നടക്കാനൊന്നും പോകണില്ല. ഇതിപ്പം ഈ പറയുന്ന പോലെ നമ്മൾ എന്തെല്ലാം കണ്ടതാണ് നിയമവ്യവസ്ഥകളിൽ, എന്തെല്ലാം കണ്ടതാണ്. ഇനിയിപ്പോ പറയേണ്ട ഒരു ഭയങ്കരമായിട്ട് എവിടേക്കോ ചെന്ന് കൊള്ളുന്നുണ്ട്. എവിടെ കൊള്ളാനാ? സാധാരണക്കാരന് കൊള്ളും. നമ്മുടെ നമുക്ക് നെഞ്ചിൽ കുത്തിക്കേറിയാൽ ഈ ബാക്കിയുള്ളവർക്ക് എന്ത്? ഇത് പറഞ്ഞു വരുമ്പോ ഒരു സബ്ജക്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബോച്ചയുടെ കാര്യം പറയുമ്പോൾ ബോച്ചെ ഹണി റോസിനെതിരെ മാത്രമല്ല, വേറെ പല നടികൾക്കെതിരെയും ഇതുപോലെ തന്നെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള ഇപ്പൊ ഒരു യൂട്യൂബർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരോട് സമീപിച്ചത് ബോച്ചെ ഡയറക്റ്റ് അല്ല, PA ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പല കേസുകൾ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തില് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട നടി ശ്വേതാ മേനോനെതിരെ ഇതുപോലെ ഒരു ദ്വയാർത്ഥ പ്രയോഗം. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുമ്പോഴും കൃത്യമായും നമുക്ക് അതിൻ്റെ വഷളത്തരം വൃത്തിയായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നുണ്ട്. ഹണി റോസ് ചെയ്തതുപോലെ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ കേസ് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ട് മാത്രം അത് എന്താണെന്നുള്ളത് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അത് ഇപ്പോൾ ഇനി ശ്വേതാ മേനോൻ അത് പ്രശ്നമായി തോന്നിയില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതുപോലെ തന്നെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് വരികയാണ്, വന്ന സമയത്ത് പറയുന്നതാണ്. എന്നുള്ള ഒരു പരാതി വേണ്ട, അതുകൊണ്ട് ആ സൈഡിലോട്ട് പിടിച്ച രണ്ടുപേരെ കൂടിയിട്ടാണ്. അതായത് ശ്വേതയ്ക്ക് മാത്രം ആ മാല ഇട്ട് കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ശ്വേതയ്ക്ക് മാത്രം അത് ഇട്ടില്ല എന്നൊരു സങ്കടം ഇനി വേണ്ട, ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ശ്വേതനെ ഡീൽ ചെയ്യുന്നതെന്ന്. അത് 2 പേരെന്ന് വെച്ചാൽ 2 പേര് 2 സൈഡിൽ മാല ഇട്ട് കൊടുക്കുകയാണ്. ആ വീഡിയോ നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കാണിക്കുന്നില്ല. അതിൻ്റെ വോയിസ് ക്ലിപ്പും ആ സ്ക്രീൻഷോട്ടും നമ്മൾ കാണിക്കുന്നുണ്ട് താഴെ. അതായത് ശ്രീരാമൻ എന്നോ മറ്റല്ല പേര്, അദ്ദേഹത്തിൻ്റെ പേര് സിനിമാ നടൻ
ശ്രീരാമൻ, വി കെ ശ്രീരാമൻ. ശ്രീരാമൻ അത് സാറും ബോബി ചെമ്മണ്ണൂറും കൂടി രണ്ട് സൈഡിൽ ഒരു വലിയ നെക്ലസ് പിടിച്ചിട്ട് ശ്വേത മേനോന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ശ്വേതയ്ക്ക് ഇട്ടില്ല എന്നുള്ള പരാതി വേണ്ട, ശ്വേതനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഡീല് ചെയ്യുന്നത് എന്ന്. അതായത് വിഷമിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡീൽ ചെയ്യുന്നതെന്ന്. അടുത്ത ഭാഗം കേൾക്കാം. അടുത്തത്, ഇത് കഴുത്തിൽ ഞാൻ ഇട്ട് കഴിയുമ്പോൾ ശ്വേതാ മേനോൻ ആ ശരി ഇതും കൊണ്ട് ഞാൻ പോട്ടെ, നല്ല വിലപിടിപ്പുള്ള ഒരു സാധനം, അതും കൊണ്ട് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചിട്ട് ബോച്ച പറയാണ് ആ സാരമില്ല ഞങ്ങൾ മുതലാക്കിക്കോളാം. അത് ബോച്ചയുടെ ഇവർക്കാർക്കും ഇത് ദ്വയാർത്ഥം അല്ലെങ്കിൽ മോശം വഷളത്തരം എന്ന് തോന്നുന്നില്ലേ എന്ന് എനിക്കറിയില്ല. എന്തോ കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് ഒന്ന് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ബാക്കി പറയുന്നത് അതായത് അവസാനം പറയുകയാണ് ആ മാല എങ്ങനെയുണ്ടെന്ന് ശ്വേതയോട് ചോദിക്കുകയാണ് ബോച്ചെ. അപ്പോൾ നന്നായിരിക്കുന്നു, നല്ല നല്ല മാലയാണെന്ന് പറയുമ്പോൾ ശ്രീരാമൻ പറയാണ്, അദ്ദേഹം പറയാണ് നല്ല ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് തെറ്റുപറ്റിയതാണ്. ശ്രീരാമൻ പറയാണ് ഫ്ലെക്സിബിൾ ആണ് മാല എന്ന് പറയുമ്പോൾ ബോച്ചെ പറയാണ് അതെ ശ്വേതയെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, ശ്വേതയെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, ഞങ്ങൾ മുതലാക്കിക്കോളാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്വേതാ മേനോൻ കാണിക്കുന്ന ഒരു മുഖത്തെ ഒരു എക്സ്പ്രഷൻ കൂടിയുണ്ട് അവിടെ. അതൊക്കെ ശരിക്കും ഹണി റോസിന്റെ ഒരു വിഷയം നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് കൊണ്ട് പുറത്തിറങ്ങു. പിന്നെ അത് ഇതായി. പിന്നെ ശ്വേതാ മേനോനോട് പറയുന്നതിലും എന്താണ് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയുന്നത്. അതിന് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം സാറ് സംസാരിച്ച പോലെ തന്നെ ഇതിൽ ഈ സെൻറ്റൻസുകൾ ഒക്കെ തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം, അയാൾ ഈ പറയുന്നതിനൊക്കെ മാർക്കറ്റിംഗ് കൂടെ ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഇത് മാല ഇട്ടില്ല എന്ന് വേണ്ട, അത് പറയുമ്പോൾ മാല ഇട്ടില്ല എന്ന് വേണ്ടെന്നേ ഉള്ളൂ. ഇത് മുതലാക്കിക്കോളാം എന്ന് പറയുന്നു. മുതലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ വാണിജ്യപരമായി മുതലാക്കാം എന്നൊരു അർത്ഥം കൂടെ ഇല്ലേ എന്നൊക്കെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ. അത് ഇതിനകത്ത് ഒരു വിഷയം, നമ്മൾ ഏതൊരു പദപ്രയോഗത്തിനും രണ്ടർത്ഥം ഉണ്ട് എന്ന രീതിയിൽ പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും അത് വരുമ്പോഴാണ് ആ ദ്വയാർത്ഥ പ്രയോഗത്തിന് ഇതുണ്ടാകുന്നത്. പണ്ട് മുതൽ ഇതിനെ നമ്മൾ പണ്ടൊക്കെ നാട്ടുമ്പുറത്ത് ചൊറിച്ചുമല്ലി അല്ലെങ്കിൽ മറിച്ചു ചൊല്ലി എന്നൊക്കെ പറയും നാട്ടുഭാഷയിൽ. ഞങ്ങളുടെയൊക്കെ പഠന സമയത്ത് ചൊറിച്ചുമല്ലി എന്ന് പറയും, അതിനെ മറിച്ചു ചൊല്ലി എന്നും പറയും, അങ്ങനെ പറയും. അതിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന അത് ഈ ശരിക്കും ഒരു വഷളത്തരം, അതായത് ഞരമ്പ് രോഗികൾ, ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഞരമ്പ് രോഗം എന്ന് തന്നെ പറയും. ഇപ്പോൾ ആ സ്ത്രീയെ കാണുമ്പോൾ മാന്യമായിട്ട് വേണമെങ്കിൽ മാല ഇടാം, മാന്യമായിട്ട് ഈ മാല ഇട്ടിട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ അത് ഞങ്ങൾ പരസ്യത്തിലൂടെ മുതലാക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് വാണിജ്യപരമായി മുതലാക്കിക്കോളാം എന്ന് പറയുന്നതിന് പകരം ഈ പറയുന്നതിലൊക്കെ ദ്വയാർത്ഥമുണ്ട്. ഇതിൽ രണ്ടർത്ഥമാണ് ഞാൻ പറഞ്ഞ ഒന്ന് അങ്ങനെയും പറയാം. ഒന്ന് ഞങ്ങൾ നിങ്ങളെ പരസ്യത്തിലൂടെ മുതലാക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ വാണിജ്യമായി മുതലാക്കിക്കോളാം. ഇത് നിങ്ങൾ രണ്ടർത്ഥത്തിൽ എടുക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ ഞരമ്പ് രോഗം എന്ന് തന്നെ പറയും. ഈ ഞരമ്പ് രോഗത്തിന് കിട്ടുക എല്ലാ ഞരമ്പ് രോഗികൾക്കും കിട്ടുന്ന ഒരു അനുഭവ പാഠം തന്നെ ആയിരിക്കും ഈ സംഗതി എന്നുള്ള ഉറപ്പാണ്. മറ്റേ വിഷയത്തിൽ ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിൽ ഹണി അങ്ങനെ ഡ്രസ്സ് ചെയ്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നവര് ഇവിടെ ശ്വേതാ മേനോൻ വൃത്തിക്ക് സാരിയാണ് ഉടുത്തിരിക്കുന്നത്, അതും വയറ് കാണിച്ചോ അല്ലെങ്കിൽ ഫ്ലീറ്റ് എടുത്തോ അങ്ങനെയൊന്നും അല്ല. ശ്വേതാ മേനോൻ അങ്ങനത്തെ ഡ്രസ്സിങ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ എങ്കിൽ പോലും നല്ല വൃത്തിക്ക് ഒരു കാര്യം ശ്വേതാ മേനോന്റെ കാര്യം പറയുമ്പോഴും ഹണി റോസ് എന്ന ഈ നടിയുടെ കാര്യം, നമ്മൾ ഒരു പ്രായം ഒരു ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും വേഷത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ശ്വേതാ മേനോൻ അവരുടെ ചെറുപ്പകാലത്ത് അന്ന് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും അധികം ഫാഷൻ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഒരു മോഡേൺ ആയിരുന്നു, കഴിഞ്ഞവരാണ്. അപ്പൊ ഈ വസ്ത്രധാരണത്തിൽ ആര് എന്ത് ധരിക്കണം എന്നൊന്നും ഇവിടെ ആരും നിഷ്കർഷിക്കേണ്ട കാര്യമില്ല. അവര് കാമസൂത്ര എന്ന ഒരു പരസ്യത്തിൽ അഭിനയിച്ചവരാണ്, അതിന്റെ പേരിൽ എന്തുമാത്രം വിവാദം അവർ കേട്ടതാണ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം വരുന്നത് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം, ശരിക്കും അത് ദ്വയാർത്ഥമുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ദ്വയാർത്ഥം കൂടുതൽ ഉണ്ടാകുന്നത്. പറയുന്നവൻ അങ്ങനെ ചിന്തിക്കുന്നവൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിനും
ഞങ്ങളത് തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവും. നമ്മൾ ഈ നെക്ലസ് ഇട്ടിട്ട് ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇടുന്നത് എന്ന് പറയുന്നതിൽ രണ്ടർത്ഥം വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നെക്ലസ് ഇടുന്നതെന്ന് ഇടുന്നവൻ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ല. അവിടെ നെക്ലസ് അദ്ദേഹം ഒളിച്ചു, പറച്ചിലിൽ ഒളിച്ചു. രണ്ടാമത് അദ്ദേഹം വേറെന്താ പറഞ്ഞത്, ഞങ്ങളിത് മുതലാക്കിക്കോളാം. ഞങ്ങളിത് നിങ്ങൾ മാല കൊണ്ട് വയ്ക്കോ, ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ് മുതലാക്കേണ്ടത്, അത് ഞങ്ങൾ പരസ്യത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വേണം. ഇതൊന്നുമല്ല, ഇത് ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗം എന്ന് തന്നെ എന്തുകൊണ്ട് ഈ സമൂഹം പറയുന്നത് വെച്ചാൽ ഇത്തരത്തിൽ അദ്ദേഹം തന്നെ വടി കൊടുത്ത് അദ്ദേഹം അടി വാങ്ങിയതാണ്. അപ്പൊ എന്തുകൊണ്ട് ശ്വേത കേസ് കൊടുത്തില്ല എന്നല്ലേ ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അത് ചിലപ്പോ അതിപ്പോ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ പറയണം, നമ്മൾ പറയുന്നവനും കേൾക്കുന്നവനും പ്രശ്നമില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ ചേട്ടനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ചേട്ടൻ അത് പ്രശ്നമില്ല, ചേട്ടൻ എന്നെ പറ്റി പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാനത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പിന്നെ കേസുമായിട്ട് പോകേണ്ട കാര്യമില്ല. ഹണി റോസിന്റെ വിഷയത്തിൽ ഇത് തന്നെയാണ് വന്നത്. ഹണി റോസ് ഇത് കേട്ടിട്ട് ആസ്വദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവര് കേസുമായിട്ട് പോയത്. ഐശ്വര്യ, ഇതിനകത്ത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, ഇത്തരത്തിൽ അവർ സിനിമാ ഫീൽഡിലുള്ളവരാണ്, അവരോട് ഇങ്ങനെ ഇതിൻ്റെ ഇരട്ടി സംസാരിക്കുന്നവർ പ്രൊഡക്ഷൻ സൈഡിലും അല്ലാതെയും ഈ ഫീൽഡിൽ മൊത്തത്തിൽ ഇതിനേക്കാൾ 6 വർഷന്മാരെ അവർ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ അവിടെ വെച്ച് അത് കേട്ടപ്പോൾ അവർ അന്നത് പ്രതികരിക്കാതിരുന്നിട്ട് പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയ എന്ന് ആക്റ്റീവായോ, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ശരീരഭാഗങ്ങളെ വരെ മോശമായ രീതിയിൽ കമൻ്റ് ഇട്ട സ്വന്തം മകളുടെ പ്രായമുള്ളവരെ, ഇപ്പം 51 വയസ്സുകാരനെയാണ് ഇവിടെ ഈ കുമ്പളത്ത് നിന്ന് പിടിച്ചത്. 60 വയസ്സാണ്. ഈ 60 വയസ്സുകാരന് ഏതാണ്ട് അയാൾ ആയ കാലത്ത് വിവാഹം കഴിച്ചാൽ ഏതാണ്ട് ഒരു 25 വയസ്സുള്ള മകളെങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അതിലൊന്ന് ഈ സാമൂഹ്യ മാധ്യമം നല്ലതാണ്, പക്ഷെ അതിൽ വന്ന ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് അവർക്ക് സഹിക്കാൻ പറ്റാതെ പോയ കാര്യം. 4 മാസത്തിന് മുമ്പ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ല എന്നുള്ള കാര്യം പൂർണ്ണമായും വ്യക്തം. കാലം ഇത്രയും കഴിയുമ്പോൾ അവർ ഇത് വരണമെങ്കിൽ അതിനുശേഷം വന്ന അവർ അത്ര കണ്ട് അറ്റാക്ക് ചെയ്തു. അതിന് നിമിത്തം ഒരു വേള ഇദ്ദേഹം പറഞ്ഞതായി എന്നുള്ളത് തന്നെയാണ്. കാര്യം ഇദ്ദേഹം തുടക്കമിട്ടു, ബാക്കിയുള്ളവർ ഇതിൻ്റെ പിറകെ പോയി. അത് തന്നെയാണ് എന്തായാലും ഇതിന് പിന്നാലെ പുതിയ കേസുകൾ വരുന്നുണ്ടെങ്കിൽ. പക്ഷെ സൈബർ അറ്റാക്കിൽ ഇങ്ങനെ ഒരു ഹണി റോസ്, ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞൊരു വലിയ വ്യവസായിയെ ഇത്തരത്തിൽ ഇനി ചൊവ്വാഴ്ച വരെ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. ഏതായാലും ഞരമ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ ആരെയും എന്തും ഇതിലൂടെ പറയാമെന്ന് കരുതുന്നവർക്ക്, ഈ കമൻറ്റിൽ എന്തും പറയാമെന്ന് കരുതുന്നവർക്ക് ഒരു താക്കീത് തന്നെയാണ്. കാര്യം ഈ എത്ര വ്യാജ ഐ ഡി വെച്ചിരുന്നാലും അതിലേക്ക് പോലീസ് അന്വേഷണം പോകുന്ന രീതിയിൽ ഇവിടെ സൈബർ പോലീസ് അത്ര ജാഗരൂകരായി ഇരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പം തന്നെ 35 പേരോ 40 പേരോ ലിസ്റ്റിലുണ്ടെന്നാണ് പറയുന്നത്. അച്ഛനെയും അമ്മയെയും തെറി വിളിക്കുക, അടച്ചാക്ഷേപിക്കുക, അതിനൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഇതിലൂടെ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളും പറയുന്നത്. നമുക്ക് നോക്കാം. കാര്യം ഈ കേസ് കൊടുക്കുന്ന ഇപ്പം ഹണി റോസ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു, എന്തുകൊണ്ട് ശ്വേത കൊടുത്തില്ല എന്നുള്ളത് ഒരു ചോദ്യം ആയിട്ടാണ് ഈ ചർച്ച തുടങ്ങിയത്. ഇനി ഐശ്വര്യ തന്നെ പറഞ്ഞത് അവസാനിപ്പിക്കൂ. അല്ല, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ആരെപ്പറ്റിയാണ് പറഞ്ഞത്? ഹണി റോസിനെ പറ്റി പറഞ്ഞു, ഹണി റോസിനെ ഹേർട്ട് ചെയ്തു, ഹണി റോസ് കേസ് കൊടുത്തു. ശ്വേതാ മേനോനെ പറ്റി പറഞ്ഞു, ശ്വേതാ മേനോൻ അത് ഹേർട്ട് ചെയ്തിട്ടില്ല, ശ്വേതാ മേനോൻ എടുത്തതെങ്കിൽ അത് അവരുടെ ഇടയിൽ നിൽക്കുന്ന കാര്യമാണ്, നമ്മളുടെ ഇടയിലേക്ക് വരുന്ന പ്രശ്നമേ അല്ല. പക്ഷേ ഹണി റോസിന്റെ കാര്യത്തില് എനിക്ക് തോന്നുന്നു അവർക്ക് ആരോ ഈ ഇത് സഹിക്കാൻ പറ്റാത്ത കുറെ കമന്റുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ആരൊക്കെയോ അവരെ എൻ്റെ പിറകിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ് കുറേയൊക്കെ ഭാഗത്ത് നമുക്ക് പിന്നെ പോവാം, അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഹണി റോസ് പരാതി കൊടുത്തതുപോലെ ശ്വേത പരാതി കൊടുക്കുമോ, പരാതി കൊടുക്കുന്നില്ലേ? അതുപോലെ ഇനിയും ബോച്ചയ്ക്കെതിരായിട്ടുള്ള അടുത്ത പരാതികൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ യൂട്യൂബർ ഒരു ഫേസ്ബുക്ക് ലൈവിലാണ് വന്നത്. അവർക്ക് നേരിട്ടല്ല, അവരോട് PA ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വന്ന് വിളിച്ചു അവരെ. കാസർഗോഡ് ഏതൊരു മൂവിയുടെ അവിടെ എന്തോ ജിം തുടങ്ങാനോ എന്തോ കാര്യത്തിന് ഇനാഗ്രേഷൻ അവരെ ബന്ധപ്പെട്ടു. അവരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ കൂടെയുള്ള ബ്രദറോ ഫ്രണ്ടോ അമ്മ അച്ഛൻ അങ്ങനെ ആരൊക്കെയോ കൂട്ടിയിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവർ ഫുഡ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ PA വന്നിട്ട് ചോദിച്ചു, ബോച്ചയെ കാണാനായിട്ട് ഇങ്ങനെയാണോ വരണത്? ഇത്ര ആളെ കൂട്ടിയിട്ടാണോ വരണത്? ബോച്ചയെ കാണാൻ ഒറ്റയ്ക്കല്ലേ വരേണ്ടത്? അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നു, അതിനെന്തിനാണ് ബോച്ചയെ കാണാൻ ഒറ്റയ്ക്ക് വരുന്നത്? ഒരുമിച്ച് വന്നാലും എന്താ കുഴപ്പം? ഞാൻ എല്ലാവരെ കാണാനും ഇങ്ങനെയാണ് പോകുന്നത്, ഞാൻ ആരെ കാണാനും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്തിരി കോമൺ സെൻസ് ഉപയോഗിച്ചുകൂടെ? ബോച്ചയാണിത്, ബോച്ചയെ കാണാൻ ഒറ്റയ്ക്കല്ലേ വരേണ്ടത്? ഇങ്ങോട്ട് വിളിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെയുള്ള ആളെ വിളിച്ചിട്ട് ഈ കാര്യം
എന്തോ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതോട് കൂടിയിട്ട് അയാൾ തല്ലും എന്നുള്ള അവസ്ഥയിൽ അന്ന് ഇറങ്ങി പോന്നു എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിയും പറയുന്നുണ്ട് ബോച്ചെ നേരിട്ടല്ല പറഞ്ഞത്, ബോച്ച നേരിട്ടാണ് വിളിച്ചതും ഡീൽ ചെയ്തതും ഒക്കെ, പക്ഷേ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ബോച്ചയുടെ PA ആണെന്നാണ് പറയുന്നത്. അല്ല, ഏതായാലും ഇതിലിപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് കൂടെ ജോലി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അംഗലാവണ്യം, ശാരീരികമായിട്ടുള്ള പിന്നെ അംഗലാവണ്യത്തെ വാട്സപ്പിലൂടെ നിരന്തരം പറഞ്ഞ അയാൾക്കെതിരെ കേസ് അവർ കൊടുത്ത്, അങ്ങനെ പറയാൻ പാടില്ല, സ്ത്രീകളുടെ ഭാര്യയായാൽ പോലും പൊതുവേദിയിൽ നിൽക്കുന്ന എല്ലാവരും നിൽക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്ന നിയമം കൂടെ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഇത് പിന്നെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് കുറേ പേരും അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്, അദ്ദേഹം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമാണ് അദ്ദേഹത്തിൻ്റെ വിനയായത്. എങ്ങനെ ആരെ കൊണ്ട് ഇപ്പോൾ ഹണി റോസിനെ കൊണ്ടായാലും ശ്വേതയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാലും ഒരു വേള അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൂടെ നോക്കേണ്ടതായിരുന്നു. സ്ഥാനം കൂടെ നോക്കിയിട്ട് ഇത്രയും വലിയൊരു വ്യവസായിയല്ലേ, എന്തുമാത്രം ഇതിപ്പോൾ അദ്ദേഹം ഇതിനെ ഒരു മാർക്കറ്റിംഗ് ആക്കി തീർക്കുമോ എന്നുള്ളതും ചിലർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിന് കൂടുതൽ കരുത്തേക്കാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോബി അത് മറ്റൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം.